ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് MBBS അഡ്മിഷൻ കിട്ടാൻ അവന്റെ ഫാദറിന്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടായിട്ടും കാര്യമില്ല. എന്റെ ഫാദറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഒരു കാര്യമില്ല, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടാൻ അത് ആ കുട്ടിയുടെ ക്വാളിറ്റി തന്നെ വേണം. ആ കുട്ടി നീറ്റ് എക്സാം എഴുതി പെർഫോം ചെയ്യുന്ന വേണം. വേറെ ഒരു ക്രൈറ്റീരിയ അതിനില്ല. കാരണം പണം കൊടുത്ത് വാങ്ങാൻ പറ്റിയതല്ല ആ സീറ്റ്. ബിടെക്കിലോട്ട് എത്തുകയാണെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് ഒരു കുട്ടിക്ക് ബിടെക് പഠിക്കണം. 1 രൂപ കൊടുത്തിട്ട് പോലും, എത്ര ക്യാഷ് കൊടുത്തിട്ട് പോലും അവിടെ അഡ്മിഷൻ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ആ കുട്ടി കീം എന്ന എക്സാം എഴുതി മുമ്പിൽ എത്തിയിരിക്കണം. അതിലും വലുതാണ് NITകളിൽ അഡ്മിഷൻ, അതിലും വലുതാണ് IITകൾ അഡ്മിഷൻ. അവിടെ ഒന്നും പണം കൊടുത്ത് ഒരു സീറ്റ് വാങ്ങാൻ കഴിയില്ല. അപ്പൊ അവിടെ അഡ്മിഷൻ എത്തുക എന്നത് നിർബന്ധമായി നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അത് പണം കൊടുത്ത് വാങ്ങല്ലേ, എന്റെ കഴിവ് കൊണ്ട് ഞാൻ വാങ്ങണം. അതിനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്കൊരു MBBS സീറ്റോ അല്ലെങ്കിൽ ബിടെക്കോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ താല്പര്യത്തിൽപ്പെട്ട ഒരു മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം അതിനനുസരിച്ച് മാറിയിരിക്കും.